ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ദൃശ്യം 3യുടെ അനൗൺസ്മെന്റ് വീഡിയോ വന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ദൃശ്യം 3യുടെ അനൗൺസ്മെന്റ് വീഡിയോ അല്ല. ഇത് ഹിന്ദിയിലേക്ക് റൈറ്റ്സ് കൊടുത്ത് നമ്മുടെ അജയ് ദേവഗൺ നായകനായിട്ട് വരുന്ന ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ്. ഹിന്ദി പതിപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 1 മിനിറ്റ് 13 സെക്കൻഡ് വരുന്ന ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. എന്തായാലും അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മുടെ ദൃശ്യം 3 എന്തായാലും ഫസ്റ്റ് ഇറങ്ങും എന്നുള്ളത് ജിത്തു ജോസഫ് ഓൾറെഡി നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. സോ ഇത് നമ്മളെ പറ്റിക്കുന്നൊരു അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ തരുന്നൊരു മാറ്ററായി വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. അധികം സമയം കളയണ്ട, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. ലെറ്റ്സ് റിയാക്ട്. സ്റ്റാർ സ്റ്റുഡിയോ, मुझे कई नाम से बुलाती है, പനോരമ സ്റ്റുഡിയോ, ക്രിമിനൽ. कोई फर्क नहीं पड़ता, नो फर्क, क्योंकि पिछले 7 सालों में जो कुछ हुआ, जो कुछ किया, जो कुछ देखा, जो कुछ दिखाया, उससे मुझे एक बात समझ में आ गई है. इस दुनिया में हर किसी का सच अलग है, हर किसी का सही अलग है. मेरा सच, मेरा सही सिर्फ मेरी फैमिली है. जब तक सब थक नहीं जाते, जब तक सब हार नहीं जाते, मैं यहीं खड़ा हूँ, चौकीदार बनकर, पहरेदार बनकर, एक बात बनकर, क्योंकि कहानी अभी खत्म नहीं हुई है, आखिरी हिस्सा बाकी है. അഭിഷേക് ഒക്ടോബർ 2, 2026. അപ്പോൾ ദൃശ്യം 3 ഒക്ടോബർ 2 വരും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പടം റിലീസാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. ഷൂട്ടിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശമല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കെല്ലാം കഴിഞ്ഞ് മിക്കവാറും മാർച്ച് ആ ഒരു ടൈമിലായിരിക്കാം, മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലായിരിക്കാം ചിലപ്പോൾ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഇതുവരെ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതാണ്ടൊരു ഇതിൻ്റെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മലയാളം വേർഷൻ ഇറങ്ങി 2 മാസത്തിന് ശേഷം മാത്രമേ ഹിന്ദി റിലീസ് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. 1 മാസത്തിന് ശേഷം 25-30 ദിവസത്തിന് ശേഷം OTT റിലീസ് ഉണ്ടാവുകയും OTT റിലീസിന് ശേഷം 1 മാസത്തിന് ശേഷം ഹിന്ദി റിലീസ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു എഗ്രിമെൻറ്റ് പോയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് 125-100 കോടി അടുത്തതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ റൈറ്റ്സ് വിറ്റിരിക്കുന്നത്. പടം ദൃശ്യം 3 റിലീസാകുന്നതിന് മുമ്പ് തന്നെ 350 കോടി ഓൾറെഡി കളക്ട് ചെയ്തു എന്നാണ് നമ്മുടെ രജപുത്രയുടെ രഞ്ജിത്ത് പ്രൊഡ്യൂസർ രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള, അത്രയും ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഗ്രാൻഡ് ഫിനാലെ ആയിട്ടുള്ളൊരു സിനിമയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രയധികം വലിയ ഹിറ്റായ ഒരു സിനിമയുടെ ഒരു ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗമാണ്, അവസാനത്തെ ഭാഗമാണ്. അവസാനത്തെ ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാന ഭാഗം ആയിട്ട് വരാൻ പോകുന്ന സിനിമയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അജയ് ദേവഗൺ വരുന്നതിന് മുമ്പേ നമ്മുടെ സ്വന്തം ലാലേട്ടൻ വരട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ് ദൃശ്യം 3 കാണാൻ എന്നുള്ളൊരു കാര്യവും കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടമുള്ള ആൾക്കാർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെയും കൂടി കാണട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.